അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുക. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും, നിങ്ങൾ ആ പദം ശ്രദ്ധിക്കുക, വായിക്കണേ. നമുക്കറിയാം പത്രോസ് താൻ കാരാഗൃഹത്തിലായിരുന്നു. സഭ അവനെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, ദൂതൻ അവനെ വിടുവിച്ചു. അതിനുശേഷം പത്രോസ് ചിന്തിക്കുന്നൊരു ഭാഗം നമ്മളിങ്ങനെ, പത്രോസിന് സുബോധം വന്നിട്ട്, കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് പുറത്ത് പത്രോസ് പറയാം, പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും, കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നെന്നല്ല അവൻ പറഞ്ഞ്, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദന്മാരുടെ സകല പ്രതീക്ഷയിൽ നിന്നും. നോക്കിയേ, ഒരുപറ്റം ആൾക്കാർ അവനെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷ വെച്ചിരിക്കുക. എന്തുവാണ്? നാളെ കഴിഞ്ഞ് അവൻ്റെ തല വെട്ടിക്കളയും, അവൻ ഈ ഭൂമിയിൽ കാണുന്നത്. അപ്പം വളരെ പ്രതീക്ഷ വെച്ചിരിക്കുക. നമ്മളെ പലരും നോക്കി അങ്ങനെ പ്രതീക്ഷ വെക്കുന്നത്. ഇന്നുകൊണ്ട് അവൻ തീരുന്നു പോവും, ഈ പ്രശ്നം കൊണ്ട് അവൻ മുടിഞ്ഞു പോവും, ഈ പ്രശ്നം കൊണ്ട് അവൻ പുറത്തു വരത്തില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ പത്രോസ് പറഞ്ഞൊരു പദമുണ്ട്, കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും. കർത്താവ് ചിലരുടെ പ്രതീക്ഷ അല്ല നിന്നെ ഇരുത്തിക്കളഞ്ഞത്, സകല പ്രതീക്ഷ, ചിലർക്ക് പ്രതീക്ഷ കാണും നീ രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷേ ദൈവം എന്താണോ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ഈ ദിവസങ്ങളിൽ നിറവേറാൻ പോകുകയാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് നീ ബലം കൊടുക്കേണ്ട, മറ്റുള്ളവരുടെ വാക്കിന് നീ ബലം കൊടുക്കേണ്ട. ദൈവം എന്താണോ നിന്നോട് പറഞ്ഞത് അത് ഈ ദിവസങ്ങളിൽ നിൻ്റെ മേൽ നിറവേറും. താങ്ക് യു, ഗോഡ് ബ്ലസ് യു.